നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. കൊച്ചിയിൽ MDMAയുമായി പിടിയിലായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് സിനിമാ മേഖലയുമായി അതിഭീകര ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. ടെന്നീസ് താരത്തെ പിതാവ് വെടിവെച്ച് കൊന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. തിരുവനന്തപുരത്ത് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ തൂങ്ങിമരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട നിർണായക വെളിപ്പെടുത്തലുമായി അമ്മ രംഗത്തെത്തി. പോലീസ് വേഷത്തിൽ 80 ലക്ഷത്തോളം രൂപ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച അച്ഛനും മക്കളും പിടിയിലായി. കൊച്ചിയിൽ MDMAയുമായി പിടിയിലായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് സിനിമാ മേഖലയുമായി അതിഭീകര ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. ഇവരുടെ സിനിമാ ബന്ധങ്ങളും ഇവരുടെ മറ്റ് ഇടപാടുകളെക്കുറിച്ചും വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി പലരും നിരീക്ഷണത്തിലാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. കൊച്ചിയിൽ MDMAയുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ റിൻസി മുംതാസ് പിടിയിലായ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടു. യുവതിക്ക് സിനിമാ മേഖലയിലെ പ്രമുഖരുമായും ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ. സിനിമാ പ്രൊമോഷൻ പരിപാടികളുടെ പേര് പറഞ്ഞ് താരങ്ങൾക്ക് ലഹരി എത്തിച്ച് നൽകുന്നതായിരുന്നു റിൻസിയുടെ പ്രധാന ജോലി. സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡി എന്നായിരുന്നു യുവതിയുടെ വെള്ളിപ്പേര്. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും വൻതോതിൽ ലഹരി ഒഴുക്കിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ലഹരി ഇടപാടുകാരുമായി റിൻസി നടത്തിയ ചാറ്റുകളും പുറത്തുവന്നു. ലഹരി കൈമാറിയ സിനിമാ താരങ്ങളുടെ പേരുകൾ റിൻസി പോലീസിന് നൽകിയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഇടപാടുകളും നടത്തിയെന്ന് റിൻസി പോലീസിനോട് വെളിപ്പെടുത്തി. യൂട്യൂബിലെയും ഇൻസ്റ്റഗ്രാമിലെയും താരമാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിനിയായ റിൻസി മുംതാസ്. മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിൽ സുപരിചിത. അടുത്ത കാലത്തിറങ്ങിയ പല ചിത്രങ്ങളുടെയും പ്രൊമോഷനും മറ്റ് പ്രചാരണ പരിപാടികളും ഏറ്റെടുത്ത് നടത്തിയിരുന്നത് റിൻസി ആയിരുന്നു. സെറ്റുകളിലും പ്രൊമോഷൻ പരിപാടികളിലും റിൻസി ഉണ്ടെങ്കിൽ അവിടെ രാസലഹരി ഒഴുകുമെന്നാണ് പോലീസ് കണ്ടെത്തൽ. 10 ലക്ഷം രൂപയാണ് ലഹരി ഇടപാടിനായി റിൻസി മുടക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. യുവതിയുടെ സഹായിയായി പ്രവർത്തിച്ച യാസർ അറാഫത്ത് എന്ന യുവാവും അറസ്റ്റിലായി. ലഹരി എത്തിച്ചു നൽകിയതും വേണ്ടപ്പെട്ടവർക്ക് കൈമാറുന്നതുമെല്ലാം യാസർ ആയിരുന്നു. സിനിമാ PR കമ്പനിയായ ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റിന്റെ ഭാഗമായിരുന്നു റിൻസി. ലഹരിക്കാസിൽ ഇവർ പിടിയിലായതോടെ റിൻസിയെ ഒബ്സ്ക്യൂറ തള്ളി പറഞ്ഞു. വിസ്മയ ന്യൂസ്, കൊച്ചി. ടെന്നീസ് താരത്തെ പിതാവ് വെടിവെച്ച് കൊന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. മകൾ സ്വന്തമായി ആരംഭിച്ച ടെന്നീസ് അക്കാദമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. വനിതാ ടെന്നീസ് താരത്തെ പിതാവ് വെടിവെച്ച് കൊന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. രാധിക യാദവാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ യുവതിയുടെ പിതാവ് ദീപക് യാദവിനെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ തോക്കും പിടിച്ചെടുത്തു. പ്രതിയുടെ മൊഴിയാണ് പുറത്തുവന്നത്. മകളുടെ കാശുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് ചിലർ തന്നെ പരിഹസിച്ചുവെന്നും ഇത് അഭിമാനത്തെ മുറിവേൽപ്പിച്ചുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. പ്രതിക്ക് ഗുരുഗ്രാമിൽ ആഡംബര ഫാം ഹൌസ് ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങളുണ്ട്. വാടക ഇനത്തിൽ മാത്രം പ്രതിമാസം 17 ലക്ഷം രൂപ വരുമാനവുമുണ്ട്. രാധിക ടെന്നീസ് അക്കാദമി നടത്തി യായിരുന്നു. യുവതി സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്നുവെന്ന് പറഞ്ഞ് ചിലർ ദീപകിനെ കളിയാക്കി. ഇതിന്റെ പേരിൽ അക്കാദമി അടച്ചുപൂട്ടാൻ ഇയാൾ പലതവണ മകളോട് പറഞ്ഞിരുന്നു. എന്നാൽ രാധിക അനുസരിക്കാൻ തയ്യാറായില്ല. കൂടാതെ അക്കാദമിയുടെ പ്രൊമോഷന്റെ ഭാഗമായി രാധിക ഇൻസ്റ്റഗ്രാമിൽ റീലുകളും ഇട്ടു. ഇത് ദീപക് യാദവിനെ ചൊടിപ്പിച്ചു. ഹരിയാന ഗുരുഗ്രാം സെക്ടർ 57 സുശാന്ത് ലോക് 2ാം ഫേസിലെ വീട്ടിൽ ഇന്നലെയാണ് കൊലപാതകം നടന്നത്. 5 തവണ പ്രതി മകൾക്ക് നേരെ വെടിയുതിർത്തു. എന്നാൽ ദീപകിന് മകളെ വലിയ ഇഷ്ടമായിരുന്നുവെന്നും വ്യക്തിപരമായ എന്തെങ്കിലും കാരണമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് അയൽവാസികൾ പറയുന്നത്. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. തിരുവനന്തപുരത്ത് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ തൂങ്ങിമരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട നിർണായക വെളിപ്പെടുത്തലുമായി അമ്മ രംഗത്തെത്തി. 6 കോടി രൂപയുടെ അഴിമതിക്ക് മകൻ കൂട്ടുനിൽക്കാത്തതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സമ്മർദ്ദം ഏറ്റിരുന്നുവെന്ന് അമ്മ വെളിപ്പെടുത്തി. ഇതിനെ തുടർന്നാണ് മകൻ ആത്മഹത്യ ചെയ്തതെന്നും അമ്മ പറഞ്ഞു. VIP സ്പെഷ്യൽ ഡ്യൂട്ടിക്കുള്ള പരിശീലനത്തിന് പോയ ടെലികമ്മ്യൂണിക്കേഷൻ സിറ്റി ഓഫീസിലെ സർക്കിൾ ഇൻസ്പെക്ടറെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി അമ്മ രംഗത്തെത്തി. മകൻ ജീവനൊടുക്കിയത് തൊഴിൽ സമ്മർദ്ദം മൂലമാണെന്ന് അമ്മ ആരോപിച്ചു. ചേങ്കോട്ടുകോണം തുണ്ടത്തിൽ കിരിക്കുഴി ബദേൽ ഹൌസിൽ ജെയ്സൺ അലക്സാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് ടെലികമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട 6 കോടിയുടെ പദ്ധതിയുടെ പേരിലായിരുന്നു സമ്മർദ്ദം. പദ്ധതി നടപ്പാക്കാനുള്ള സമിതിയിൽ ജെയ്സണും അംഗമായിരുന്നു. പദ്ധതിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രേഖകളിൽ ഒപ്പിടാൻ ജെയ്സൺ വിസമ്മതിച്ചിരുന്നു. ഇത് കാരണം മേലുദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായി. രാവിലെ 5:30 ഡ്യൂട്ടിക്ക് പോയ ജെയ്സൺ 10 മണിക്ക് തിരിച്ചെത്തിയതിൽ ദുരൂഹതയുണ്ട്. മകൻ ഭക്ഷണവുമെടുത്താണ് ജോലിക്ക് പോയിരുന്നത്. ജെയ്സന്റെ അമ്മ പറഞ്ഞു. ദിവസങ്ങളായി ജെയ്സൺ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് ബന്ധുക്കളും ആരോപിക്കുന്നു. വ്യാഴാഴ്ച രാത്രി 11:30 ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ശേഷം VIP സന്ദർശനത്തിന്റെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വെളുപ്പിന് 5-ന് ഉച്ചഭക്ഷണവും എടുത്ത് ബുള്ളറ്റിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു ജെയ്സൺ. രാവിലെ 10ഓടെ തിരിച്ചെത്തിയതായി അയൽവാസികൾ പറഞ്ഞു. ഈ സമയം വീട്ടിൽ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നില്ല. 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഡ്യൂട്ടിയിൽ കാണാത്തതിനെ തുടർന്ന് CCTV പരിശോധിച്ചപ്പോൾ ബൈക്കിൽ മടങ്ങുന്നതായി കണ്ടെത്തി. 2 പോലീസുകാർ ഉച്ചയ്ക്ക് 12ഓടെ വീട്ടിലെത്തിയപ്പോഴാണ് ഹാളിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. മുൻവശത്തെ വാതിൽ ചാരിയ നിലയിലായിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് ഫിംഗർ പ്രിന്റ് വിഭാഗവും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് എത്തിയിരുന്നു. ഭാര്യ സോമി പുതുക്കിറിച്ചി അവർ ലേഡി ഓഫ് മേഴ്സിയിലെ അധ്യാപികയാണ്. പൊങ്ങുമൂട് മേരിനിലയം സ്കൂളിലെ വിദ്യാർത്ഥികളായ ആൻമി ജെയ്സണും
ആൻസി ജേസനുമാണ് മക്കൾ. കൊല്ലം കുണ്ടറ കാഞ്ഞിരക്കോട് തെങ്ങുവിള വീട്ടിൽ പരേതനായ അലക്സാണ്ടറുടെയും പട്ടത്താനം വിമലഹൃദയ സ്കൂളിലെ കായികാധ്യാപികയെ വിരമിച്ച ജമ്മയുടെയും മകനാണ്. തിരുവനന്തപുരത്ത് പലയിടത്തായി വാടകയ്ക്ക് താമസിച്ചു വരവെ ജെയ്സന്റെ മാതാവാണ് 2 വർഷം മുമ്പ് ആനന്ദേശ്വരത്ത് പുതിയ വീട് വാങ്ങി നൽകിയത്. വിസ്മയ ന്യൂസ്, കൊല്ലം. പോലീസ് വേഷത്തിൽ 80 ലക്ഷത്തോളം രൂപ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച അച്ഛനും മക്കളും പിടിയിലായി. 14കാരി ഉൾപ്പെട്ട സംഘമാണ് അറസ്റ്റിലായത്. ഇവർ ഇതിനു മുമ്പ് സമാനമായ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. പോലീസ് ചമഞ്ഞ് 80 ലക്ഷം രൂപ കടത്താൻ ശ്രമിച്ച അച്ഛനും മക്കളും ഉൾപ്പെടെ 4 പേർ പിടിയിലായി. ഒറ്റനോട്ടത്തിൽ പോലീസാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു പ്രതികളുടെ വേഷവിധാനം. പോലീസ് ധരിക്കുന്ന പാന്റ്, ഷൂ, സോക്സ് എന്നിവ ഇവർ ധരിച്ചിരുന്നു. പണം കടത്താൻ ശ്രമിച്ച ആഡംബര കാറിൽ കുടുംബവും ഉണ്ടായിരുന്നു. കാറിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത് 79 ലക്ഷം രൂപയും 12 ചെറിയ പീസുകളായി 5 ഗ്രാം സ്വർണവുമാണ്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് രേഖകളില്ലാതെ പണം കടത്തുന്നതായി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് കൊഴിഞ്ഞാമ്പാറ ഇൻസ്പെക്ടർ MR അരുൺകുമാറും സംഘവും ജില്ലാ ഡാൻസ് ഹൌസ് സംഘവും നടത്തിയ പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത്. കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് വെച്ചാണ് ഇവർ പിടിയിലായത്. ആലപ്പുഴ ചേർത്തല പാണാവല്ലി സൂര്യാമൃതം വീട്ടിൽ JK മനോജ്, മകൻ സൂര്യ മനോജ്, മനോജിന്റെ അനന്തരവൻ ആലപ്പുഴ ന്യൂ ബസാർ ലായത്തുപറമ്പ് രേവതിയിൽ രാംകുമാർ, മനോജിന്റെ 14കാരിയായ മകൾ എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. ഇതിനു മുമ്പും ഇയാൾ ഇത്തരത്തിൽ നിരവധി തവണ പണം കടത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. വിസ്മയ ന്യൂസ്, ചിറ്റൂർ. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.